നിനക്കായി മാത്രം ഭാഗം 10. കൊണ്ടുവന്ന് വെച്ച സൈക്കിള് അതുപോലെ തന്നെ എടുത്ത് അവൻ തിരികെ കണ്ടംപറമ്പിലേക്ക് പോയിരുന്നു. കണ്ടത്തിൽ ഇപ്പോഴും ഏതൊക്കെയോ കുട്ടികളൊക്കെ നിന്ന് കളിക്കുന്നുണ്ട്. ദൂരെ തന്നെയുള്ള ഒരു തെങ്ങിൻ്റെ ചുവട്ടിലേക്ക് അവൻ ഇരുന്നു. വൈകുന്നേരമായപ്പോൾ കൂട്ടുകാരെല്ലാം തിരികെ വീട്ടിലേക്ക് പോയിരുന്നു. സമയം 5 മണിയൊക്കെ ആകാനായിട്ടുണ്ട്. മനസ്സിന് വല്ലാത്തൊരു വേദന. ജീവിതത്തിന് ഒരർത്ഥമില്ലാത്തതുപോലെ ആയി പോകുന്നു. ആർക്കും വേണ്ടാത്ത ജന്മമാണോ തൻ്റേത്? അവൻ്റെ മനസ്സ് സ്വയം ചോദിച്ചു പോയി. സ്വന്തം അമ്മ വരെ തന്നെ തള്ളി പറഞ്ഞിരിക്കുന്നു. അതിവിടുത്തെ സെർവൻറ്റിൻ്റെ മകനാണ്. അമ്മ പറഞ്ഞ വാക്കുകൾ വീണ്ടും വീണ്ടും അവൻ്റെ ചെവിയിൽ വീണുടഞ്ഞു. മുട്ടിലേക്ക് മുഖം അമർത്തി അങ്ങനെയിരുന്നു. ഒഴുകിയിറങ്ങുന്ന കണ്ണുനീർ തുള്ളികൾ ആരും കാണാതെ ഇരിക്കാൻ എന്നോണം. ചേട്ടാ! പെട്ടെന്നാണ് തനിക്കരികിൽ നിന്ന് ഒരു പെൺകുട്ടിയുടെ ശബ്ദം. മുഖം കയ്യിൽ തന്നെ ഒന്ന് അമർത്തി തുടച്ച് അവൻ മുഖമുയർത്തി അതാരാണെന്ന് നോക്കി. മുന്നിൽ പനിനീർ പൂവ് പോലെയുള്ളൊരു പെൺകുട്ടി. ചേട്ടൻ കരയുവാണോ? അവൻ്റെ മുഖം കണ്ടിട്ടോ മറ്റോ അവൾ അവനോട് ചോദിച്ചു പോയി. ഇല്ല. ആരാ നീ എന്തിനാ ഇതൊക്കെ അന്വേഷിക്കുന്നത്? മുഖം ഒന്ന് അമർത്തി തുടച്ച് അവൻ അവളുടെ മുന്നിൽ എഴുന്നേറ്റ് നിന്നു. അവൻ ഗൗരവത്തിൽ ചോദിച്ചതും അവൾ പേടിയോടെ ഒന്ന് പിന്നിലേക്ക് നീങ്ങി. അത് എൻ്റെ ചേട്ടൻ അവിടെ കളിക്കുന്നുണ്ട്. ഒന്ന് വിളിച്ചു തരോ? അങ്ങോട്ട് പോകാൻ എനിക്ക് പേടിയാ. ദൂരെ കളിക്കുന്നവരുടെ കൂട്ടത്തിലേക്ക് കൈ ചൂണ്ടി അവൾ പറഞ്ഞതും ഹരി അവളെ ആകെ മുഴുവനായിട്ടൊന്ന് നോക്കി. അടക്കാക്കിളിയുടെ അത്രയേ ഉള്ളൂ. വല്ല 7ലോ 6ലോ ഒക്കെ പഠിക്കുമായിരിക്കും. നിന്റെ ചേട്ടൻ അവിടെ കളിക്കുന്നുണ്ടെങ്കിലും നീ പോയിട്ട് വിളിക്ക്. ഞാനാരാ നിന്റെ ചേട്ടനെ വിളിക്കാനായിട്ട്? നിന്റെ വേലക്കാരനാണോ നീ പറയുമ്പോൾ പോകാനും വരാനും? അവൾ ചോദിച്ചതും അവൻ അവളെ പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു. എനിക്ക് അങ്ങോട്ട് പോകാൻ പേടിയാ. അവിടെ ആകെ ചെളിയും പുല്ലും ഒക്കെയാണ്. പ്ലീസ് ഒന്ന് വിളിച്ചു തരോ? അവൾ കെഞ്ചിക്കൊണ്ട് ചോദിച്ചു. ഇത് വലിയ ശല്യമായല്ലോ. ആരാ കൊച്ചേ നിന്റെ ചേട്ടൻ? അവൻ അവളോട് സഹി കെട്ടതുപോലെ ചോദിച്ചു. വൈശാഖ്. അവൾ പറഞ്ഞതും അവൻ അവളെ ആകെ ഒന്ന് നോക്കി. അപ്പോൾ ഇത് അവൻ്റെ പെങ്ങളാണല്ലേ? അവൻ അവളെ മുഴുവനായിട്ടൊന്ന് നോക്കിക്കൊണ്ട് ആലോചിച്ചു. ഇവിടെ നിൽക്ക്, ഞാൻ പോയിട്ട് പറയാം. ഗൗരവത്തിൽ പറഞ്ഞ് അവൻ കണ്ടത്തിലേക്ക് നടന്നു. പിന്നാലെ അവൾ വരുന്നുണ്ടോ എന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ അവൾ തെങ്ങിൻ്റെ ചുവട്ടിൽ തന്നെ അവനെ കാത്തു നിൽക്കുകയാണ്. വൈശാഖ് അവിടെ ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഡാ വൈശാഖേ! കളിക്കുന്നതിൻ്റെ ഇടയിലേക്ക് കയറി ചെല്ലാതെ തന്നെ അവൻ വൈശാഖിനെ ഉറക്കെ വിളിച്ചു. നല്ല ശബ്ദത്തിലായതുകൊണ്ട് തന്നെ അവൻ കേട്ടു. എന്താടാ? കളിക്കുന്നത് നിർത്തിക്കൊണ്ട് അവൻ ചോദിച്ചു. ഹരി അവനിലും 2-3 വയസ്സിന് മൂത്തതാണ്. എങ്കിലും എടാ പോടാന്ന് തന്നെയാണ് അവൻ വിളിക്കുന്നത്. ദാ നിന്റെ പെങ്ങൾ വന്നവിടെ നിന്നെ കാത്തു നിൽക്കുന്നുണ്ട്. അത്രമാത്രം പറഞ്ഞ് കൂടുതൽ സംസാരത്തിന് നിൽക്കാതെ അവൻ തിരികെ നടന്ന് കുറച്ചായപ്പോൾ തന്നെ തന്നിലും വേഗത്തിൽ നടന്ന് തന്നെ മറികടന്നു പോകുന്ന വൈശാഖിനെ അവൻ അന്തം വിട്ടതുപോലെ നോക്കി. എന്തിനാ വാവി ഇങ്ങോട്ട് വന്നത്? അച്ഛൻ വന്നിട്ടുണ്ട്. രഹസ്യം പോലെ അവൾ പറയുന്നത് കണ്ടതും വൈശാഖ് അവളുടെ കയ്യിൽ പിടിച്ച് നടന്നു നീങ്ങി. ഈ കാഴ്ച കണ്ടുകൊണ്ടാണ് ഹരി അങ്ങോട്ടേക്ക് നടന്നു വന്നത്. പോകുന്നതിനിടയിൽ അവൾ ഹരിയെ തിരിഞ്ഞു നോക്കി നന്ദിയോടെ പുഞ്ചിരിക്കാനും മറന്നില്ല. അവളുടെ ആ നിഷ്കളങ്കതയോടെയുള്ള പുഞ്ചിരിയിൽ ഹരിയും അവളെ നോക്കി തിരികെ പുഞ്ചിരിച്ചു. കുറച്ചു സമയം അങ്ങനെ വീണ്ടും അവിടെ തന്നെ ഇരുന്നു അവൻ. സൂര്യൻ അസ്തമിച്ചു. ഓരോരുത്തരായിട്ട് കളിക്കളം വിട്ടു പോകാൻ തുടങ്ങി. ഇരുട്ട് കൂടി വന്നു. താൻ എങ്ങോട്ട് പോകാനാണ്? വീടില്ല തനിക്ക്. അച്ഛനും അമ്മയും ഇല്ല. ആരുമില്ല. ഒരു വേള അനാഥനാണ് താനെന്ന് തോന്നിപ്പോയി അവന്. ഹരി! പെട്ടെന്നാണ് അടുത്തുനിന്ന് തന്നെ അച്ഛൻ്റെ ശബ്ദം അവൻ കേൾക്കുന്നത്. കയ്യിൽ ചൂരലായിട്ട് നിൽക്കുന്ന അച്ഛനെ കണ്ടതും ഒരു നിമിഷം അവനൊന്ന് ഭയന്നു. കാരണം അച്ഛൻ അടിക്കുന്ന അടിയിൽ മാംസം പോലും പറഞ്ഞു പോകുന്ന വേദനയാണ്. യാതൊരു ദാക്ഷിണ്യവും ഇല്ലാത്ത രീതിയിൽ പട്ടിയെ തല്ലുന്നത് പോലെ അച്ഛൻ തല്ലിക്കളയും. ചെറിയ തെറ്റുകൾക്ക് പോലും കുഞ്ഞിലേ മുതൽ അച്ഛൻ തന്നെ വല്ലാതെ തല്ലിയിട്ടുണ്ട്. അതെല്ലാം ഇന്നലെ എന്ന പോലെ ഓർമ്മയുണ്ട്. ആ ഒരു ഭയം അച്ഛനോട് ഇപ്പോഴും ഉണ്ട്. ഭയത്തോടെയാണ് അവൻ അച്ഛൻ വന്ന് വിളിച്ചതും എഴുന്നേറ്റ് നിന്നത്. ഇരുട്ടായാലും വീട്ടിൽ കയറണമെന്നറിയില്ലേ നിനക്ക്? അത് ചോദിക്കലും ചൂരൽ വലിച്ച് അവൻ്റെ കാലിന് തന്നെ ഒരടി കൊടുത്തിരുന്നു സതീഷ്. നിന്ന നിൽപ്പിൽ സ്വർഗം കണ്ടു ഹരി ആ ഒരു അടിയിൽ തന്നെ. പക്ഷേ അടുത്തതടിക്കാനായി അച്ഛൻ ചൂരൽ ഉയർത്തിയപ്പോൾ തന്നെ ഹരി വടിയിൽ കയറി പിടിച്ചിരുന്നു. അച്ഛൻ അവനെയും അവൻ തടഞ്ഞു നിർത്തിയിരിക്കുന്ന വടിയിലേക്കും മാറി മാറി നോക്കി. വടിയിന്ന് കൈയെടുക്ക് ഹരി, അച്ഛൻ അവനോട് ആജ്ഞാപിക്കുന്ന രീതിയിൽ പറഞ്ഞു. അതിന് അവൻ മറുപടി പറയാതെ ഇല്ലെന്ന രീതിയിൽ തലയാട്ടി. നീ എന്നെ തടയാനായോ എന്ന് പറഞ്ഞ് അയാൾ അവൻ്റെ കയ്യിൽ നിന്ന് വടി വലിച്ചെടുക്കാൻ ശ്രമിച്ചു. പക്ഷേ ഹരി അത് കൂടുതൽ മുറുക്കെ പിടിച്ചതും വടി 2 കഷ്ണങ്ങളായി ഒടിഞ്ഞുപോയി. വടി ഒടിഞ്ഞു വീഴുന്നത് കണ്ടതും ദേഷ്യത്തിൽ കയ്യിലിരുന്ന ഭാഗം സതീഷ് വലിച്ചെറിഞ്ഞു. വാ ഇവിടെ! അതേ ദേഷ്യത്തിൽ തന്നെ ഹരിയുടെ കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് അയാൾ അവനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. കയറിങ്ങോട്ട്! അയാൾ അവനെ വീടിനകത്തേക്ക് തള്ളി. ഹാളിൽ തന്നെ സംഗീതയും ഇരിക്കുന്നുണ്ട്. എന്താ സതീഷേട്ടാ? സംഗീത നടന്നു വന്നുകൊണ്ട് വളരെ നിസ്സാരമായിട്ടാണ് അത് ചോദിച്ചത്. ഇവൻ അഹങ്കാരം.
തല്ലാൻ വേണ്ടി ഞാൻ വടി ഉയർത്തിയപ്പോൾ അതിൽ കയറി പിടിച്ചത് ഒടിച്ചു കളഞ്ഞിരിക്കുന്നു. അത്രത്തോളം വളർന്നോ ഇവൻ? അയാൾ ദേഷ്യത്തിൽ മുറിയിലേക്ക് നടന്നുകൊണ്ട് പറഞ്ഞതും അതിൽ യാതൊരു പതർച്ചയും കൂടാതെ തലയുയർത്തി പിടിച്ചു തന്നെ ഹരി അതെല്ലാം കേട്ടുകൊണ്ട് നിന്നിരുന്നു. ഇത്രയും നാളും അച്ഛൻ പറയുമ്പോൾ ഭയം തോന്നാറുണ്ട്, പക്ഷേ ഇന്നത് തോന്നുന്നില്ല. മുറിയിലേക്ക് പോയി തിരികെ വന്ന അച്ഛൻ്റെ കയ്യിൽ അരയിൽ കെട്ടുന്ന ബെൽറ്റായിരുന്നു ഉണ്ടായിരുന്നത്. അത് കണ്ടിട്ടായാലും അവന് തെല്ല് പോലും പേടി തോന്നിയില്ല. ഇവനെ നല്ല സ്വഭാവം പഠിപ്പിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. അയാൾ ബെൽറ്റുമായിട്ട് അവൻ്റെ മുന്നിലേക്ക് വന്നു. എന്നെ തല്ലിയാ ഞാൻ തിരിച്ചു തല്ലും. അയാൾ ബെൽറ്റ് കൊണ്ട് അവനെ അടിക്കും മുന്നേ തന്നെ അവൻ ഉറച്ച ശബ്ദത്തിൽ വിളിച്ചു പറഞ്ഞു. പെട്ടെന്ന് അവൻ അങ്ങനെ പറഞ്ഞതും അയാളുടെ കയ്യിലെ ബെൽറ്റ് താഴ്ന്നു പോയി. ആദ്യമായിട്ടാണ് അവൻ എന്തെങ്കിലും ഇങ്ങനെ പ്രതികരിക്കുന്നത്. അല്ലെങ്കിൽ എന്തുണ്ടെങ്കിലും എന്ത് കാര്യം ചെയ്താലും മിണ്ടാതെ നിന്ന് കേൾക്കുകയും കൊള്ളുകയും ചെയ്യും. ഒരക്ഷരം കൊണ്ട് പോലും ഒരു കാര്യവും അവനങ്ങനെ എതിർത്ത് പറയാറില്ല. അങ്ങനെയുള്ളവനാണ് ഇന്ന് തന്നെ എതിർത്ത് പെരുമാറുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നതെന്ന് കണ്ടപ്പോൾ സതീഷിന് ദേഷ്യം വന്നു. എന്താ നീ പറഞ്ഞത്? ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലെന്നുണ്ടോ? എന്നെ അടിച്ചാൽ അതാരായാലും ഞാൻ തിരികെ അടിക്കുമെന്ന്. സ്വന്തം അച്ഛനെ അടിക്കുന്നതാണോ? അത് ചോദിച്ച് സംഗീത മുന്നിലേക്ക് വന്നു. അച്ഛനോ? ആരുടെ അച്ഛൻ? എനിക്കിങ്ങനെ ഒരു അച്ഛനും ഇല്ല, ഇങ്ങനെ ഒരു അമ്മയും ഇല്ല. മനസ്സിൽ വിഷമം ഉണ്ടെങ്കിലും അതിലൊരു അംശം പോലും പുറത്ത് പ്രകടിപ്പിക്കാതെ അവൻ ഉറച്ച ശബ്ദത്തോടെ അവരോട് വിളിച്ചു പറഞ്ഞു. പറഞ്ഞ് എന്തും പറയാമെന്നായോ നിനക്ക്? അമ്മയാണ് അത് അവനോട് ചോദിച്ചത്. അതിന് ഞാൻ ഇതുവരെ എന്താ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്? നേരെ നിന്നൊന്ന് അച്ഛൻ അമ്മ എന്ന് പോലും ഞാൻ നിങ്ങളെ വിളിച്ചിട്ടില്ല. അപ്പോഴാണ് അവൻ അതിനെ പുച്ഛിക്കുന്നത് പോലെയാണ് തിരികെ മറുപടി പറഞ്ഞത്. പക്ഷേ അവൻ പറയുന്നതിനെ അതിലും പുച്ഛത്തോടെയാണ് അവൻ കേട്ടു നിന്നത്. നിങ്ങളോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ശരിക്കും ഞാൻ നിങ്ങളുടെ മകൻ തന്നെയാണോ? രണ്ടുപേരെയും മാറി മാറി നോക്കി അവൻ ചോദിച്ചു പോയി. അവൻ്റെ ശബ്ദം ദയനീയമായിരുന്നുവെങ്കിലും അവൻ്റെ ശബ്ദത്തിന് വല്ലാത്തൊരു ഉറപ്പുണ്ടായിരുന്നു. അച്ഛൻ അവനെ അപ്പോഴും ദേഷ്യത്തോടെ നോക്കി നിൽക്കുകയായിരുന്നു. അമ്മ അച്ഛനെ നോക്കി എന്തോ കണ്ണുകൊണ്ട് കാണിച്ചതും അയാൾ ദേഷ്യം അടക്കി നിർത്തി. നമുക്ക് സംസാരിക്കാം ഹരി, ഇരിക്കുന്നീ. സമാധാനത്തിലുള്ള അമ്മയുടെ സംസാരം കേട്ടതും അവൻ അവരെ അത്ഭുതത്തോടെയാണ് നോക്കിയത്. കാരണം ഇത്ര നാളുണ്ടായിട്ട് ആദ്യമായിട്ടാണ് അമ്മ തന്നോട് ഇങ്ങനെ സംസാരിക്കുന്നത്. ഹരി സോഫയിലേക്ക് ഇരുന്നപ്പോൾ അച്ഛനും അമ്മയും അവൻ്റെ മുന്നിലേക്കിരുന്നു. നീ ഞങ്ങൾ ആഗ്രഹിച്ചുണ്ടായ കുട്ടിയല്ല ഹരി. നീ തീർത്തും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഞങ്ങൾക്കിടയിലേക്ക് വരുന്നത്. വിവാഹം കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്ക് കുട്ടികൾ വേണ്ടെന്ന തീരുമാനമായിരുന്നു. പക്ഷേ നീ അതെല്ലാം തകർത്ത് ഞങ്ങൾക്കിടയിലേക്ക് വന്നതാണ്. അതുകൊണ്ട് തന്നെ നിന്നെ അക്സെപ്റ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് വല്ലാത്ത ബുദ്ധിമുട്ടായിരുന്നു. അതിപ്പോഴും അങ്ങനെ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ അറിഞ്ഞപ്പോൾ തന്നെ ആ കുട്ടിയെ കളയണമായിരുന്നു, അല്ലാതെ ഇതുപോലെ കൊല്ലാതെ കൊല്ലുകയല്ല വേണ്ടത്. അമ്മയുടെ നാവിൽ നിന്ന് തന്നെ കേട്ടപ്പോൾ അവൻ്റെ ചങ്ക് തകർന്നു പോകുന്നുണ്ട്. എങ്കിലും എല്ലാം കേട്ട് സഹിച്ചിരുന്ന് അവൻ തിരികെ ചോദിച്ചു പോയി. നീ വയറ്റിലുണ്ടെന്ന് അറിഞ്ഞപ്പോൾ വൈകിപ്പോയിരുന്നു. പിന്നെ പറ്റില്ലല്ലോ. നീ ജനിച്ചു കഴിഞ്ഞാണെങ്കിലും ആളുകളൊക്കെ അറിഞ്ഞില്ലേ? അങ്ങനെയുള്ളപ്പോൾ പിന്നെ എന്ത് ചെയ്യാനാണ്? അതുകൊണ്ടാണ് വളർത്തിയെടുത്തത്. പക്ഷേ ഇപ്പോഴും നിന്നെ അക്സെപ്റ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് രണ്ടുപേർക്കും പറ്റിയിട്ടില്ല. ഹരി ഒന്നും മിണ്ടിയില്ല. സ്വന്തം അച്ഛൻ്റെയും അമ്മയുടെയും വായിൽ നിന്ന് അവർക്ക് തന്നെ വേണ്ട, താൻ അവരുടെ ആരുമല്ല എന്ന് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന വേദന. നിന്ന നിൽപ്പിൽ മരിച്ചു വീണാൽ നന്നായിരുന്നു എന്ന് തോന്നിപ്പോയി അവന്. അധികം അവരുടെ വായിന്ന് കേൾക്കാൻ താല്പര്യമില്ലാത്തതുപോലെ അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് നേരെ മുറിയിലേക്ക് പോയി. പിന്നെയും അവൻ അവിടെ നിൽക്കാൻ തോന്നിയില്ല. അഡ്മിഷൻ എടുത്ത മദ്രാസ് ലോ കോളേജിലേക്ക് തന്നെ തിരിച്ചു. അവിടെ നിൽക്കാനുള്ള ചെലവ്, അതായിരുന്നു പിന്നീട് അവന് മുന്നിലുണ്ടായിരുന്ന ചോദ്യം. എന്നിരുന്നാലും കയ്യിലുണ്ടായ പൈസ കൊണ്ട് അങ്ങോട്ട് പോയി. 2 വർഷം അവിടെ തന്നെ. ആരും ചോദിക്കാനുമില്ല, പറയാനുമില്ല. 2 വർഷം അവിടെ ചെയ്യാത്ത ജോലികളില്ല. ക്ലീനിങ് മുതൽ ഇങ്ങോട്ട് ഫുഡ് ഡെലിവറി വരെ. അച്ഛനും അമ്മയും എല്ലാ മാസവും അയച്ചു കൊടുക്കുന്ന തുക അവൻ കൈകൊണ്ട് തൊട്ടില്ല. അത് വേണ്ടെന്ന ചിന്തയിൽ അവിടെ എത്തി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ അവൻ ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ചെയ്ത് മറ്റൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തിരുന്നു. 2 വർഷത്തിന് ശേഷം എന്തോ അവന് നാട്ടിലേക്കൊന്ന് വന്നാലോ എന്ന ചിന്ത വന്നു. അച്ഛനും അമ്മയ്ക്കും തന്നെ വേണ്ട. പക്ഷേ ഇത്രയും നാൾ താൻ അവരെ അച്ഛനും അമ്മയുമായിട്ട് കണ്ടുപോയി. അവരെ ഒന്ന് കാണണം എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു പോയി അന്നേരം അവൻ. 2 വർഷത്തിന് ശേഷം നാട്ടിലേക്ക് പോകുമ്പോൾ അന്ന് പറഞ്ഞതിൽ നിന്ന് അവരുടെ ചിന്താഗതിയിലൊക്കെ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാകും എന്നവൻ കരുതിയിരുന്നു എന്നതിനേക്കാൾ ഉപരി അവനത് ആഗ്രഹിച്ചു പോയിരുന്നു. മനസ്സങ്ങനെ ചിന്തിച്ചപ്പോഴും ബുദ്ധി പറയുന്നുണ്ടായിരുന്നു അങ്ങനെയൊന്നും ഉണ്ടാവില്ലെന്ന്. കാരണം അവർക്ക് തന്നെ കാണണമെന്നുണ്ടായിരുന്നുവെങ്കിൽ കോളേജിലേക്ക് വരായിരുന്നു. പക്ഷേ അതിതുവരെ ഉണ്ടായിട്ടില്ല. അങ്ങനെയുള്ളപ്പോൾ അവർക്ക് യാതൊരു മാറ്റവും ഉണ്ടാകില്ല എന്നറിയാമായിരുന്നിട്ടും എന്തോ മനസ്സങ്ങനെ പറയുന്നു. പിന്നെ നാടുവല്ലാതെ മിസ് ചെയ്യുന്നത് പോലെ തോന്നി. അങ്ങനെ 2 വർഷത്തിന് ശേഷം അവൻ നാട്ടിലേക്കുള്ള വണ്ടി കയറി. തുടരും. അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻറ്റായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പാർട്ടായിട്ട് നാളെ വരാം കേട്ടോ. ബൈ.